ഇന്ന് രണ്ട് അതിഥികളാണ് മോർണിംഗ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ഒൻപതാം വളവ് എന്ന സിനിമയിലെ രണ്ട് അഭിനേതാക്കളാണ് ഇന്നെത്തിയിട്ടുള്ളത്. അവരിലേക്ക് പോകുന്നതിന് മുൻപ് സിനിമയുടെ ടീസർ കാണാം. ഒൻപതാം വളവിനപ്പുറം എന്ന സിനിമയിലെ രണ്ട് അഭിനേതാക്കൾ കബീറും സാദിയും ഇപ്പോൾ മോർണിംഗ് റിപ്പോർട്ടിൽ ചേരുന്നു. രണ്ടുപേർക്കും സ്വാഗതം. ഈ സിനിമയിലേക്ക് നിങ്ങൾ വരുന്നത് എങ്ങനെയാണ്? കാരണം ഒരു കൂട്ടം മുതിർന്ന നടന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഹരീഷ് പേരടി, ഒപ്പം ജോയി മാത്യു, ശശി കലിംഗ തുടങ്ങിയിട്ടുള്ള കുറേ അധികം മുതിർന്ന നടന്മാർ ഈ സിനിമയിലുണ്ട്. നിങ്ങളാണ് ഇതിലെ ചെറുപ്പം എന്ന് പറയാവുന്ന രണ്ടു പേർ. എങ്ങനെയാണ് നിങ്ങളിതിലേക്ക് വരുന്നത്? സാദി ഒരു അധ്യാപകനാണ്. കോഴിക്കോട് JDT സ്കൂളിലെ ഒരു അധ്യാപകനാണ്. അതുകൂടെ NCC ഓഫീസർ കൂടെയാണ്. അപ്പോൾ സാദിയെത്തുന്ന ഞാൻ എത്തിയത് ശരിക്ക് കോഴിക്കോടൻ സൗഹൃദം തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്താൻ കാരണം. ഇതിൻ്റെ ഡയറക്ടർ VM അനിൽ സാറ്, അദ്ദേഹമായിട്ടുള്ള വർഷങ്ങളോളമുള്ള ഒരു 8 വർഷത്തോളമുള്ള പരിചയമാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിർമ്മൽ പാലാഴി, പ്രദീപ് പാല്, ഷൈജു പേരാമ്പ്ര, ശരിക്ക് ഒരു സുഹൃത്തുക്കളുടെ കഥ തന്നെയാണ് ഇത്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പരസ്പരം സൗഹൃദമുണ്ട്. ഈ സൗഹൃദമാണ് ഞങ്ങളെ സിനിമയിലേക്ക് എത്തിച്ചത്. ഞാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മീഡിയ വണ്ണിൽ MIT മൂസ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2 വർഷത്തോളം ആ പരമ്പരകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു എനിക്ക് കൈമുതലായിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റേജ് ഷോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം സത്യത്തിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ് VM അനിലേട്ടൻ എന്നെ വിളിച്ചത്. പക്ഷേ പിന്നെ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ പുള്ളി പറഞ്ഞു അതിലൊരു ക്യാരക്ടർ കബീർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കബീറിന് മുൻ അഭിനയ പരിചയമുണ്ട്. അതേസമയം സാദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കബീറിന് അത്ര ഒരു എക്സ്പീരിയൻസ് ഇക്കാര്യത്തിൽ ഇല്ല. പക്ഷേ അദ്ദേഹവും അഭിനയ മികവിൽ ഒപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണോ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അഭിനയ മികവിലൊപ്പം തന്നെയാണ്. കാരണം ഞങ്ങൾ കുറച്ചുകൂടെ അഭിനയിക്കുമ്പം കെയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അഭിനയം നന്നാവുന്നൊന്ന്. സാദി അത് നോക്കൂല. സാദി നാച്ചുറലായിട്ട് അഭിനയിക്കും. അതുകൊണ്ട് പലപ്പോഴും സാദിയുടെ അഭിനയം തന്നെയാണ് നന്നായത്. ഇതെന്നത്തേക്കാണ് റിലീസാകുന്നത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ. കാരണം എന്നെ സംബന്ധിച്ച് സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ സിനിമ ഏത് തരത്തിലുള്ള പ്രേക്ഷകരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? യുവാക്കളെയാണോ അതോ കുടുംബ പ്രേക്ഷകരെയാണോ? അതിൻ്റെ വിശദാംശങ്ങൾ പറയൂ. ഒമ്പതാം വളവിനപ്പുറം എന്നാണ് ഈ സിനിമയുടെ പേര്. ഇത് മലബാറിലെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ഒരു 5 യുവാക്കളുടെ ഒരു ടൂറാണ്. അതായത് ഒരു 3 അവധി ദിവസങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ അവർ ടൂർ പോകാൻ പ്ലാൻ ചെയ്യുകയും ഒമ്പതാം വളവിനപ്പുറത്തേക്ക് 2-3-4 ദിവസം പിന്നിടുന്നു. ഈ സിനിമയുടെ പൊതുവെയുള്ള പ്രതികരണം എന്താണ്? കാരണം ഇപ്പോൾ കബീർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു ചെറിയ സിനിമയാണിത്. അതിനെ പ്രേക്ഷകർ ഏത് തരത്തിലാണ് ഏറ്റെടുത്തിട്ടുള്ളത്? വലിയ തോതിൽ ഈ സിനിമയെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ സ്വീകാര്യത എത്രത്തോളമാണ് ഈ ഒരു 4 ദിവസത്തെ കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ? കാരണം ഈ ഒരു 3-4 ദിവസം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. എങ്കിൽ പോലും കബീറിൻ്റെയും സാദിയുടെയും ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത? നമ്മുടെ ഒരു സിനിമ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം മുതൽ അവസാനം വരെ ബോറടിക്കാതെ രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നുള്ളൊരു അഭിപ്രായമാണ് ഇത് കണ്ടുള്ള ആൾക്കാർ നമ്മളോട് പേഴ്സണലി വിളിച്ച് പറഞ്ഞത്. പിന്നെ പലരും പറഞ്ഞിട്ടുള്ളത് അവർക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമയുടെ മുന്നേ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്, ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും സ്ഥലങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. പക്ഷേ ഇത് കണ്ടിറങ്ങിയവർ പറഞ്ഞത് ഇതിലെ കഥ സാങ്കല്പികമല്ല, അതേപോലെ സ്ഥലങ്ങൾ സാങ്കല്പികമല്ല, കഥാപാത്രങ്ങൾ സാങ്കല്പികമല്ല, ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു വിജയം തന്നെയാണ്. യുവാക്കളാണ് കോഴിക്കോടിന്റെ ഒരു സ്വഭാവം അനുസരിച്ച്, മലബാറിന്റെ തന്നെ അനുസരിച്ച് പറയൂ കബീർ, പറഞ്ഞോളൂ.
കോഴിക്കോടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ടൂറ് പോകാന്നുള്ളതാണ്. ഈ ടൂറ് പലപ്പോഴും ഈ 9ാം വളവിനപ്പുറം കർണാടകയിലേക്കും ആവും. അത് മലബാറിലുള്ള ഒരുവിധം ചെറുപ്പക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ പലരും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സിനിമനെ സ്വീകരിച്ചു തുടങ്ങി. കാരണം പലപ്പോഴും കാണുമ്പം അവർ ചെയ്ത അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില ഗുരുത്തക്കേടുകളും തമാശകളൊക്കെ കാണുമ്പോൾ അത് നമ്മളും ചെയ്തതാണല്ലോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അനുഭവം ഈ പടം അവർ ഇപ്പോൾ കബീർ പറഞ്ഞ 9ാം വളവ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം പോലും പ്രത്യേകിച്ചും അവിടുത്തെ ഒരു പ്രാദേശിക ഒരു സ്ഥലമാണ്. ഇപ്പം താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് നമുക്ക് പഴയ വെള്ളാനകളുടെ നാട് കേട്ടുള്ള പരിചയമാണ് നമുക്ക് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ മറ്റ് മലബാർ മേഖല വിട്ട് തെക്കോട്ട് വരുമ്പോഴേക്കും ഇത്തരം ഈ സ്ഥലബന്ധമായ ചില കാര്യങ്ങളെ പറ്റി തികച്ചും അപരിചിതമാണ് മലബാർ മേഖലയെ. അതിനെയൊക്കെ ഈ സിനിമ അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം അത്തരമൊരു ചോദ്യം ചോദിക്കാൻ കാരണം ഈ രാജമാണിക്യം സിനിമ ഇറങ്ങിയപ്പോൾ അത് നെടുമങ്ങാട് പരിസരത്തെ ഭാഷയും ശൈലിയും ഒക്കെ ആയിരുന്നു. അവിടുത്തെ നാടാർ സമുദായത്തിൻ്റെ വേഷഭൂഷാദികളും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ സിനിമയ്ക്ക് വ്യാപകമായ ഒരു സ്വീകാര്യത ലഭിക്കുകയുണ്ടായി കേരളത്തിലെങ്ങും. ഇതിൻ്റെ പ്രാദേശികമായ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകരിലേക്കും അതിന് എത്തിച്ചേരാൻ കഴിഞ്ഞു. ആ തരത്തിൽ ഈ സിനിമ മലബാറിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ താമരശ്ശേരി ചുരവും 9ാം വളവും എന്നുള്ള ചെറിയ ഒരു വൃത്തത്തിന് പുറത്തേക്ക് ഈ സിനിമയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ? ഇതിൽ ഈ പ്രാദേശികമായ ഒരു ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ VM അനിലേട്ടൻ ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളൊരു വിശ്വാസം ഇപ്പം 4 ദിവസമായതേ ഉള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ റെസ്പോൺസ് വരുന്നത് മലബാറിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള ജില്ലകളിലും ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഈ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നിർമ്മൽ പാലാഴി, ഷൈജു പേരാമ്പ്ര, പ്രദീപ്, ഞാനും ഈ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മഴവിൽ മനോരമയിൽ വന്നപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3rd പ്രൈസ് വിന്നേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന സ്കിറ്റുകൾ മൊത്തം ഇപ്പം ജാലിയൻ കണാരൻ സ്കിറ്റ് അല്ലെങ്കിൽ ഹരീഷ് കണാരനൊക്കെ ആ ഗ്രൂപ്പിലുള്ളതായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ബാർബർ ഷോപ്പ് സ്കിറ്റ്, അതുപോലെ എലക്ഷൻ സ്കിറ്റ്, ഇങ്ങനെയുള്ള ചില സ്കിറ്റുകൾ നമ്മുടെ ഒരു മലബാറിൻ്റെ അതിരും കടന്ന് മറ്റുള്ള പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കെങ്കിലും സ്കിറ്റ് കണ്ട പലർക്കെങ്കിലും ഈ മുഖങ്ങൾ പരിചിതമാണ്. ഇപ്പം നിർമ്മലായാലും പ്രദീപായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ജില്ലകളിലും നമ്മുടെ ഈ കോഴിക്കോടൻ സ്ലാങ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സിനിമ സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഉദാഹരണമായി പറയാനുള്ളത് നമ്മുടെ തന്നെ സൗഹൃദ വലയത്തിൽപ്പെട്ട ചില ആൾക്കാർ, മറ്റു ജില്ലകളിലെ ആൾക്കാർ. പറഞ്ഞു പൂർത്തിയാക്കൂ കബീർ. അതുകൊണ്ട് തന്നെ മറ്റു ജില്ലകളിലുള്ള നമ്മുടെ സൗഹൃദങ്ങൾ, സൗഹൃദ വലയത്തിൽപ്പെട്ട കുറച്ച് പേരെങ്കിലും എന്നെ വിളിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സാദി, ഇപ്പോൾ കബീർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കബീറിനെ സംബന്ധിച്ച് നിരവധി എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എന്താ പറയുക, ടെലിവിഷൻ പരിപാടിയിലായാലും സ്കിറ്റിൻ്റെ കാര്യത്തിലായാലും മിമിക്രിയിലായാലും അഭിനയത്തിലായാലും ഒക്കെ കബീറിന് എക്സ്പീരിയൻസ്ഡ് ആണ്. കബീർ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. കാരണം പുള്ളിക്ക് 8 വർഷത്തോളത്തിലധികം അഭിനയത്തിൽ പരിചയമുണ്ട്. ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ കുറച്ചുകൂടി സാദിയെ അവർ കെയർ ചെയ്തു. കാരണം സാദി ഈ രംഗത്ത് പുതുമുഖമാണ്, അഭിനയത്തിൽ പുതുമുഖമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പിന്തുണ എത്രത്തോളം സാദിക്ക് ലഭിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് എൻ്റെ എക്സ്പീരിയൻസ്. കാരണം കബീർ പറഞ്ഞ പോലെ അവർക്ക് അഭിനയിക്കുന്നത് ശരിയാണോ അല്ലേ എന്ന് ശ്രദ്ധിക്കണം. എനിക്കത് വേണ്ട. ഞാൻ കബീർ പറഞ്ഞ പോലെ ഞാൻ നാച്ചുറലായിട്ട് അങ്ങ് ചെയ്തു. പിന്നെ അതേപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ 4 പേരും, അപ്പോൾ ഈവൻ നിർമ്മൽ പാലാഴി ആയാലും കബീർ ആയാലും ഷൈജു ആയാലും പ്രദീപ് ആയാലും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത്, അതിൽ കൂടുതൽ നമ്മുടെ അനിലേട്ടൻ. പിന്നെ ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ഇടയിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഏതൊക്കെ തരത്തിൽ നമ്മൾ കുട്ടികളുടെ ഇടയിൽ അഭിനയിക്കണം, അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം, അതേപോലെ അവരെ പഠിപ്പിക്കണം, അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇടപെടണം, അതേപോലെ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇടപെടണം, എല്ലാ കാര്യത്തിലും ഇടപെടണം. അപ്പോൾ ശരിക്ക് ഒരു ക്യാമറക്ക് പിന്നിൽ ഓരോ സ്കൂളിലെയും അധ്യാപകർ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ അവർ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറക്ക് മുന്നിൽ വരുമ്പോൾ അതൊരു
ഏതൊരു അധ്യാപകനും എളുപ്പമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേപോലെ ഈ സിനിമയ്ക്ക് ഇവര് രണ്ടുപേരിലേക്കും സാദിയും കബീറും ദയവായി തുടരുക. അതിലെ ഒരു ഗാനം കണ്ടതിന് ശേഷം ഇരുവരിലേക്കും മടങ്ങി വരാം. നമുക്കൊന്ന് തകർത്താലോ? ഓ, നാനു റെഡി. പൂക്കുന്ന കാന്തികൾ ചിരിക്കുന്ന പാടങ്ങൾ പാടിയില്ലേ, ചെമ്പകപ്പൂമണമായി കുഞ്ഞിളം തെന്നലെ അന്തിക്കൂട്ടായി വരുമോ, ചന്ദനം പൂക്കുന്ന താഴ്വാരം കാക്കുന്ന കാറ്റൊന്നു മൂളിയില്ലേ. ഗസലുകൾ വിരിയുന്ന ഹാർമോണിയത്താലെ ഗാനങ്ങൾ പാടാമല്ലോ, തബലകൾ ചൊരിയുന്ന മഞ്ചാടി മണികളിൽ നൃത്തം ചവിട്ടാമല്ലോ, ഈ രാവിൽ മുഴുവൻ മധുരത്താൽ ചാലിച്ച കഥകൾ പറയാമല്ലോ, ചന്ദനം പൂക്കുന്ന താഴ്വാരം കാക്കുന്ന കാറ്റൊന്നു മൂളിയില്ലേ. അധരത്തോടധരത്തിൽ അമൃതം നിവേദിക്കാം, സ്വയമേ മറന്നിരിക്കാം, പൂമഴ പെയ്യുമ്പോൾ പുളകങ്ങൾ പൂക്കുന്ന പൂത്തുമ്പി പോലെയാവാം, ഒഴുകും നിലാവിൻ്റെ തൂവൽ തലോടലിൽ ഈരാവിൽ ചേർന്ന. കബീർ, പഴയ പോലല്ല ഇപ്പോൾ ഒരു സിനിമയുടെ ടീസറോ അല്ലെങ്കിൽ സോങ്ങോ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ വിധി എഴുതി കഴിയും. ഈ സിനിമ എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി എന്നത് വ്യക്തമായി കഴിയും. ഒരു ടീസർ കണ്ടാൽ മാത്രം മതിയാകും. ആ നിലയ്ക്ക് പോലും പ്രേക്ഷകർ ഇന്ന് മാറിക്കഴിഞ്ഞു. കാരണം അവൻ്റെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഒരു സിനിമയെ വിലയിരുത്താൻ വേണ്ടി. കണ്ട അവരുടെ അഭിപ്രായങ്ങൾ വളരെ വേഗം സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിക്കുന്നൊരു ഘട്ടമാണ്. പഴയപോലെ ദീർഘനാൾ കാത്തിരുന്ന് അഭിപ്രായം കേട്ട് അഭിപ്രായം രൂപീകരിച്ച് ആ രൂപീകരണത്തിന് ശേഷം പോയി സിനിമ കാണുന്ന കാലഘട്ടമല്ലിത്. പെട്ടെന്നാണ് ഒരു സിനിമയെക്കുറിച്ച് നല്ലതോ ചീത്തയോ എന്ന് അറിയാൻ കഴിയുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഡോർ എന്ന് പറയുന്നത് അതിൻ്റെ ടീസറും അതിൻ്റെ ഗാനങ്ങളുമൊക്കെയാണ്. ആ അർത്ഥത്തിൽ ഈ ടീസറും ഗാനങ്ങളുമൊക്കെ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്, പിന്നെ സ്വീകാര്യത അടിസ്ഥാനത്തിൽ എത്രയോ അതിനൊരു പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടീസറിനും സോങ്ങിനുമൊക്കെ. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ 5 ഗാനങ്ങളാണ്. അത് ആ പാട്ട് 2 വരി പാടുമോ? അങ്ങനെ പാട്ടുകാരാണെങ്കിൽ 2 വരി പാടും. തീർച്ചയായും പാടാം, പാട്ടുകാരനല്ല, പക്ഷെ ആ സന്ദർഭത്തിൽ പാടിപ്പോയി എന്നുള്ളതാണ്. അത് സാർ എഴുതാറുണ്ട്. ഓക്കെ. കൂരിരുട്ടല്ല ലൈഫ് കൂതറയല്ല, കൊഞ്ഞാട്ടായിട്ടില്ലാടോ നമ്മുടെ കുരുത്തക്കേടുകൾ. കൂരിരുട്ടല്ല ലൈഫ് കൂതറയല്ല, കൊഞ്ഞാട്ടായിട്ടില്ലാടോ നമ്മുടെ കുരുത്തക്കേടുകൾ. കൂട്ടം തെറ്റിയ കിളികളെല്ലാം കൂടണയുന്ന മുറിയിൽ മൂടി പൊട്ടിച്ച് കറുത്തറമ്മും മോന്തി ഞങ്ങളുറങ്ങും, സുഖമായി ഞങ്ങളുറങ്ങും, മോന്തി ഞങ്ങളുറങ്ങും, സുഖമായി ഞങ്ങളുറങ്ങും. നന്നാവാനായി കൂടി നിർത്തി 1-ാം തീയതി അന്ന്, 1-ാം തീയതി അന്ന്, 1-ാം തീയതി അന്ന്, അന്നേരത്തൊരു സങ്കടം വന്ന് ബ്ലാക്കിന് വാങ്ങി റമ്മ്, ബ്ലാക്കിന് വാങ്ങി റമ്മ്, ബ്ലാക്കിന് വാങ്ങി റമ്മ്. നന്നാവില്ലടോ നമ്മൾ നന്നാവില്ലടോ, നന്നാവുന്നോരെ
നമ്മൾ തടയുന്നില്ലടോ. കൂരിരുട്ടല്ല ലൈഫ് കൂതറയല്ല, കൊഞ്ഞാട്ടായിട്ടില്ലാടോ നമ്മുടെ കുരുത്തക്കേടുകൾ. ഏതായാലും കബീർ, സാദി, സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇരുവർക്കും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം ഈ സിനിമ കാണാത്ത പ്രേക്ഷകരോട് പ്രത്യേകിച്ചും. ഒരുപാട് വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്. ഇതിൽ ഞങ്ങൾ 5 പേരും പുതുമുഖങ്ങളാണ്. അപ്പം അത് സിനിമ ബിഗ് സ്ക്രീനിലേക്ക് ആദ്യമായി വന്നവരാണ്. സാദിക്കും മോർണിംഗ് റിപ്പോർട്ടിൽ പങ്കെടുത്തതിന് ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.